മിൽക്ക് ബർഫി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളില് പാൽപ്പൊടി, പഞ്ചസാര, പാൽ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. കട്ട പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാനില് ഈ മിശ്രിതം ഒഴിച്ച് അല്പം നെയ്യ് കൂടെ ചേർക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിനു ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതെല്ലാം ചേർക്കുന്നതിലും നല്ലതാണ് ഓഫാക്കി വെച്ചതിന് ശേഷം ഇതെല്ലാം മിക്സ് ആക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയില്ല. ഇനി എല്ലാം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇളക്കണം. നല്ല സോഫ്റ്റ് ആയത് കിട്ടണം. ഏകദേശം ഒരു 8-10 മിനിറ്റ് എങ്കിലും എടുത്ത് ഇത് മിക്സ് ആക്കുക. ഇനി ഗ്രീസ് ചെയ്ത ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് പുറത്തു വരാതിരിക്കാനാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നല്ല ഒരു ഡെസേർട്ട് ആയിട്ട് ഇത് സെർവ് ചെയ്യാം. മിൽക്ക് ബർഫിയും സ്വീറ്റും ഒക്കെ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.